വേദനയുടെ കനലെരിയുന്ന മനസ്സിലും രാജ്യത്തിന്റെ വലിയൊരാദരം തേടിയെത്തിയതിന്റെ നിറവിലാണ് മലയാളി അത്ലറ്റ് മുഹമ്മദ് അജ്മൽ. 400 മീറ്റർ റിലേയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അർജുന അവാർഡ് ലഭിക്കുമ്പോൾ അജ്മലിന്റെ ഉള്ളിൽ സന്തോഷത്തോടൊപ്പം വലിയൊരു കണ്ണീർക്കടൽ കൂടിയുണ്ട്. പ്രിയപ്പെട്ട ഉമ്മയുടെ വേർപാടിന്റെ 18ാം നാളിൽ തേടിയെത്തിയ ഈ അംഗീകാരം വലിയൊരു സങ്കടത്തിനിടയിലും ആശ്വാസവും അഭിമാനവുമാവുകയാണ് ഈ ചെർപ്പുളശ്ശേരിക്കാരന്. ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ട്രാക്കിൽ രാജ്യത്തിന്റെ പേര് വാനോളമുയർത്തിയ വേഗത്തിന്റെ രാജകുമാരൻ. 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്കായി ഒട്ടേറെ അന്താരാഷ്ട്ര വേദികളിൽ വിജയക്കൊടി പാറിച്ച മുഹമ്മദ് അജ്മൽ ഇപ്പോൾ അർജുന അവാർഡിന്റെ നിറവിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അത്ലറ്റിക്സിൽ കാഴ്ചവെച്ച പ്രകടനത്തിനുള്ള രാജ്യത്തിന്റെ അംഗീകാരമാണ് ഈ പാലക്കാട് ചെർപ്പുളശ്ശേരിക്കാരനെ തേടിയെത്തിയത്. മാധ്യമങ്ങളിലൂടെയാണ് തനിക്ക് അവാർഡ് ലഭിച്ച വിവരം അജ്മൽ അറിയുന്നത്. ഒരുപാട് സന്തോഷം ലഭിച്ചത്, അർജുന അവാർഡ് ലഭിച്ചതിൽ. ട്രെയിനിങ് ചെയ്ത് അതിനനുസരിച്ച് മെഡൽ വന്നു. ഏഷ്യൻ ഗെയിംസിൽ ലാസ്റ്റ് ഏഷ്യൻ ഗെയിംസ് 2 മെഡൽ ഉണ്ടായിരുന്നു. അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഒരു മെഡൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. അതുകൊണ്ട് അർജുന അവാർഡ് ലിസ്റ്റിൽ പേര് വന്നു. ഒരുപാട് പേരുണ്ട്, ഫാമിലി, കോച്ചസ്, ഫ്രണ്ട്സ്, എല്ലാവരോടും ഒരുപാട് നന്ദി. അതുപോലെ ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സായൻസ് ട്രിവാൻഡ്രത്താണ്. അതുപോലെ ഇവിടെയുള്ള എല്ലാ സപ്പോർട്ട് സ്റ്റാഫ്, ഫിസിയോസ്, കോച്ചസ് എല്ലാവരോടും ഒരുപാട് നന്ദി. തിരുവനന്തപുരം കാര്യവട്ടം LNCPയിൽ കഠിനമായ പരിശീലനം തുടരുന്നതിനിടെയാണ് ഈ സന്തോഷ വാർത്ത അജ്മലിലേക്ക് എത്തിയത്. എന്നാൽ ഈ വലിയ നേട്ടത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഏറ്റവും ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ട മുഖം ഇന്ന് അജ്മലിനൊപ്പമില്ല. സ്വന്തം ഉമ്മ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ കൃത്യം 18ാം ദിവസമാണ് അജ്മലിനെ തേടി അർജുന പുരസ്കാര വാർത്തയെത്തുന്നത്. ഉമ്മയുടെ വേർപാടിന്റെ ആഴത്തിലുള്ള സങ്കടം ഉള്ളിലൊതുക്കുമ്പോഴാണ് ഈ അംഗീകാരം. സന്തോഷവും സങ്കടവും ഒരുപോലെ കടന്നുപോകുന്ന വൈകാരിക നിമിഷത്തിലാണ് അജ്മൽ ഇപ്പോൾ. രാജ്യത്തിനു വേണ്ടി ട്രാക്കിൽ ഓടിത്തീർത്ത ഓരോ മീറ്ററിലും ഉമ്മയുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ബലം കൂടിയാണ് ഈ അർജുന അവാർഡ്. അജ്മലിന്റെ ഈ നേട്ടം വ്യക്തിപരമായ ഒന്നിലുപരി അത്ലറ്റിക്സ് രംഗത്ത് കേരളം കൈവരിച്ച മറ്റൊരു ബഹുമതി കൂടിയായി മാറുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.